സി എയുടെ ഫൗണ്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 30,000 മുതൽ 60,000 രൂപ വരെ മേടിക്കുന്നുണ്ട്. സി എയുടെ ഇൻ്റർമീഡിയറ്റിന് 60,000 മുതൽ 1,20,000 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട്. സി എ ഫൈനലിന് 70,000 മുതൽ 1,50,000 രൂപ വരെ വാങ്ങുന്നുണ്ട്. ടോട്ടൽ മാർക്കറ്റ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IAS കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 to 200 crores ബിസിനസ്സാണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പരിശീലന സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എത്ര CAക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നത്. കേരളത്തിലെ സിവിൽ സർവീസ് അക്കാഡമികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ എത്രയുണ്ട് പരിശോധിക്കപ്പെടണ്ടേ? ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെങ്കിൽ, നല്ല കോച്ചിങ് സെൻ്ററിനാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ പൈസ ചിലവാക്കി പരസ്യം ചെയ്യാൻ വേണ്ടി പറ്റുക? നമസ്കാരം. ഈ നീറ്റ് എക്സാം ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇവരായത്ത് ഏറ്റവും കൂടുതൽ വാർത്തകൾ. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്ത് ഈ മെഡിക്കൽ സെക്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ 2 എക്സാംസ് ആണ്. ഒന്ന് UPSC നടത്തുന്ന സിവിൽ സർവീസ്, പിന്നെ ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ, അതായത് CA. നമുക്കറിയാം എല്ലാ കൊല്ലവും ഇതിൻ്റെ എക്സാം നടക്കും, റിസൾട്ട്സ് വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ 2026 വന്ന സിവിൽ സർവീസിൻ്റെ എക്സാം റിസൾട്ടിൽ ആദ്യ 100-ൽ വെറും 2 മലയാളികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അതതിന് മുന്നത്തെ കൊല്ലങ്ങളിലും ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു കണക്ക്. CAയുടെ കാര്യം വന്നാൽ ചിലപ്പോൾ ഇതിനേക്കാളും മോശമായിരിക്കും വിന്നിങ് പെർസെൻറ്റേജ്. പക്ഷേ നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സിവിൽ സർവീസ് CA അക്കാദമീസ് കാണാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ്. ഇതുപോലെ തന്നെ നീറ്റിലാണെങ്കിലും JEE ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് നമ്മുടെ ചുറ്റും കാണാം. ഇതിലൊക്കെ ചെന്ന് ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അവിടെ ലക്ഷങ്ങളാണ് ഫീസുകൾ. ചിലപ്പോൾ 1 or 2 അതിൽ കൂടുതൽ വർഷങ്ങൾ കളഞ്ഞവരെ നമുക്കറിയാം. പക്ഷേ ഈ എക്സാംസിലൊന്നും നാഷണൽ ലെവലിൽ മലയാളി കുട്ടികളുടെ വിന്നിങ് പെർസെൻറ്റേജ് വളരെ മോശമാണ്. അത് വളരെ മോശം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 100-ൽ 1, 2 കണക്കിലൊക്കെയാണ് പലരും വരുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം സത്യത്തിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി വെറും തട്ടിപ്പല്ല നടത്തണം. ഉറപ്പല്ലേ? ഇതിനകത്ത് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലയാളികളെ പറ്റിക്കാൻ പറ്റുന്നത്ര വേറെ ഒരു മനുഷ്യനെ ഈ ലോകത്ത് പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ജസ്റ്റ് അവരൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് എത്ര IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള എത്ര CAക്കാരുണ്ട്, ഇതിൻ്റെ മാത്രം കണക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര പേര് CA പാസ്സായിട്ടുണ്ട്, CAയുടെ ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ CA ഫൈനൽ പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു സ്റ്റഡി നടത്തിയാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന സൈറ്റുണ്ട്, ആ സൈറ്റിൽ കയറി പരിശോധിച്ചാൽ മതി. പക്ഷെ അതിന് പോലും തയ്യാറാകുന്നില്ല. +2 കഴിഞ്ഞു ഉടനെ CAക്ക് വേണ്ടി കൊണ്ടുപോയി ആക്കുന്ന കുട്ടികളെ. ഈ CAയുടെ ഫീസ് എത്രയാണോ എന്നറിയോ? CAയുടെ ഫൗണ്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 30,000 മുതൽ 60,000 രൂപ വരെ മേടിക്കുന്നുണ്ട്. CAയുടെ ഇൻ്റർമീഡിയറ്റിന് 60,000 മുതൽ 1,20,000 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട്. CA ഫൈനലിന് 70,000 മുതൽ 1,50,000 രൂപ വരെ വാങ്ങുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പരിശീലന സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എത്ര CAക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നത്. കേരളത്തിലെ സിവിൽ സർവീസ് അക്കാഡമികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ എത്രയുണ്ട് പരിശോധിക്കപ്പെടണ്ടേ? കേരളത്തിന് പുറത്തുള്ള സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ചവർക്ക് ആണ് ബഹുഭൂരിപക്ഷവും കേരളത്തിൽ സിവിൽ സർവീസിലേക്കും അതോടൊപ്പം തന്നെ CAയും പാസ്സായിട്ടുള്ളത്. കൂടാതെ നീറ്റ് JEE പരീക്ഷകൾ. നമുക്കിനി ഈ ബിസിനസ്സിൻ്റെ, ഈ ഒരു കച്ചവടത്തിൻ്റെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും പിടിച്ചു നിർത്തുന്ന ഒരു പരസ്യ മാർക്കറ്റാണ് ഈ പറഞ്ഞ കോച്ചിങ് സെൻ്ററുകൾ. അത് ഈ പുറത്തേക്കൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹോർഡിങ്സ് കാണുന്നത് മുഴുവൻ ഈ കോച്ചിങ് സെൻ്റർ. അതായത് വലിയ വലിയ മഹാനടന്മാരെയൊക്കെ വെച്ചിട്ടാണ് ഇവർ പലരും പരസ്യം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ IASൻ്റെ കേരളത്തിലെ വിജയ ശതമാനം എത്രയാണെന്ന് അറിയാമോ? ഈ കേരളത്തിലല്ല, ഓൾ ഓവർ ഇന്ത്യ 0.122% മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട്? പക്ഷേ ഇതിനുവേണ്ടി എത്ര ആളുകളാണ് ഈ IAS അക്കാദമിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ IAS അക്കാദമിയിൽ ഫീസ് നമ്മുടെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 40,000 മുതൽ 50,000 വരെ ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, 50,000 രൂപ ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, 90,000 രൂപ ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, 85,000 മുതൽ 1,30,000 രൂപ വരെ ഈടാക്കുന്ന സ്ഥലമുണ്ട്. ഒരിടത്ത് 1 ലക്ഷം മുതൽ 1,80,000 വരെ ഈടാക്കുന്നുണ്ട്. വേറൊരിടത്ത് 1,20,000 മുതൽ 1,65,000 രൂപ വരെ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടങ്ങളിൽ നിന്നൊക്കെ എത്ര IASകാരുണ്ടായി? ഇത് ടോട്ടൽ മാർക്കറ്റ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IAS കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 to 200 crores ബിസിനസ്സാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റാണ്.
അതായത് നമ്മുടെ ഇവിടുത്തെ പേരൻസിൻ്റെ എൻ്റെ മകൻ IAS കാരനാവണം, എൻ്റെ മകൻ CA കാരനാവണം, എൻ്റെ മകൻ എഞ്ചിനീയർ ആവണം എന്നുള്ള ആ ഒരു പൊതുബോധ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു അവൻ്റെ കഴിവിനെ അല്ല ഇവിടെ നോക്കുന്നത്, അഭിമാനബോധത്തെ. ആ അഭിമാനബോധത്തിൻ്റെ പേരിൽ ഇവർ കൊണ്ടുപോയി ഇവരുടെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതൊരു കോഴ്സല്ല, ഇതൊരു കോഴ്സ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം, കോച്ചിങ് മാത്രമാണ്. ഈ IAS കിട്ടാതെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന എത്ര ടീമുകളെ ഇപ്പം നമുക്കറിയാം. തലയ്ക്ക് സ്ഥിരതയിലാണ് നടക്കുന്ന ആളുകൾ നമുക്ക് കണ്ടുകൂടെ? CA പാസ്സാകാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് ലഹരിക്ക്, കാരണം ഇപ്പോൾ തൂഫാൻ പോലെയുള്ള കർമ്മ പരിപാടികൾ, അതായത് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൂഫാനെ പോലെ തന്നെ ഇതുപോലുള്ള കോച്ചിങ് സെൻ്ററുകൾക്ക് മേലും ഒരു കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവണം. ഇവരുടെയൊക്കെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പരിശോധിക്കപ്പെടണം. നമ്മൾ ഈ രാജസ്ഥാനിലെ കോട്ടയെ പറ്റി പറയുമ്പോൾ ഇതുപോലൊരു മധ്യപ്രദേശിലൊരു സ്ഥലമുണ്ട്, കോട്ടയിൽ ഇതുപോലെ സ്ഥിരമായിട്ട് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ നടക്കും. അവിടെയൊക്കെ അവര് ഫാൻ കവർ ചെയ്യുന്ന ഒരു അവസ്ഥ എത്തി, കാരണം അതുമ്പോൾ തൂങ്ങാതിരിക്കാൻ. അപ്പൊ അത്രയും സ്ട്രഗ്ലിംഗ് ആണ് ഈ ഒരു സംഭവം കേരളത്തിന് പുറത്ത്. അപ്പൊ ഇവിടെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് സത്യത്തിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ പുറത്ത് ഇതിന്റെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് പോലും. കാരണം ഏറ്റവും കൂടുതലായിട്ട് IAS IPS വരുന്നതാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നതാണ് ബീഹാറിൽ നിന്നാണ്. ബീഹാറിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ബീഹാറിൽ നിന്നാണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ചീഫ് സെക്രട്ടറി തന്നെ ബീഹാറുകാരനാണ്. അദ്ദേഹം കേരള കേഡറിൻ്റെ ആളായി മാറിയിരുന്നത്. എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് കേരള കേഡറിലേക്ക് ആളെ എടുക്കേണ്ടി വരുന്നത്? ഇവിടെ ആളില്ലാത്ത. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഈ തൂഫാൻ എന്ന് പറയുന്ന പോലെ തന്നെ ലഹരിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നശിക്കാതിരിക്കാൻ ഇതുപോലുള്ള IAS അക്കാദമികൾ, ഇതുപോലുള്ള ഈ CA കോച്ചിങ് സെൻ്ററുകൾ, ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും NEET and JEE ഇതിൻ്റെ കോച്ചിങ് സെൻ്ററുകളുടെ കേരളത്തിൽ ഇതിൻ്റെ മാർക്കറ്റ് എത്രയാണെന്നറിയോ? ബിസിനസ് മാർക്കറ്റ് 1000 crores to 2000 crores ആണ്. 2000 കോടി രൂപയുടെ ബിസിനസ്സാണ് കേരളത്തിലുള്ളത്. ഈ കുട്ടികൾ പോയിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതാണോ ഇത്? കോച്ചിങ്ങിന് പോകുന്നതാണ്. കോച്ചിങ്ങിന് ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് കോച്ചിങ്. പണ്ട് തൃശ്ശൂർ ഒരു സ്ഥാപനം ഉണ്ട്, ആ സ്ഥാപനത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, തോമസ് മാഷിന്റെ PC തോമസ് മാഷിന്റെ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 95% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് ഒരു ബാച്ച്, അതിന്റെ താഴെയുള്ളവർക്ക് വേറൊരു ബാച്ച്, ഇങ്ങനെയായിരുന്നു. 95% മാർക്കിന് ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് അവൻ സ്വാഭാവികമായിട്ടും നീറ്റും ജിയും ഒക്കെ പാസ്സാവൂലേ? അതല്ലെങ്കിൽ പിന്നെ ഈ കോച്ചിങ് സെൻ്ററുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ വെല്ലുവിളിക്കുകയാണ്. ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ കോച്ചിങ് സെൻ്ററുകളെല്ലാം അടച്ചുപൂട്ടണം എന്ന്. ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതാണ് കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഈ സിവിൽ സർവീസ് കോച്ചിങ് അടച്ചുപൂട്ടണം. അതോടൊപ്പം തന്നെ ഈ നീറ്റ് ജിയുടെ പരിശീലന കോച്ചിങ് സെൻ്ററുകൾ അടച്ചുപൂട്ടപ്പെടണം. അല്ല, അതിന് ഒരു കൃത്യമായിട്ടൊരു ഫീസ് സ്ട്രക്ചർ വെച്ചാലും മതി. എന്തിനാന്നേ? സ്കൂളിൽ തന്നെ പഠിച്ചു വളരട്ടെ. സ്കൂളിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കരിക്കുലം തയ്യാറാക്കട്ടെ. നോർത്തിലൊക്കെ അങ്ങനെയാണെന്ന് കേട്ടു. തീർച്ചയായിട്ടും. ഈ കേരളത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം ഒരെണ്ണം ആലോചിച്ച് നോക്കുക, ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെങ്കിൽ, നല്ല കോച്ചിങ് സെൻ്ററിനാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ പൈസ ചിലവാക്കി പരസ്യം ചെയ്യാൻ വേണ്ടി പറ്റുക? ക്വാളിറ്റിയുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവണ്ടേ? അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കണ്ടേ? ഇത് പരസ്യം ചെയ്ത് വിദ്യാർത്ഥികളെ വിളിച്ച് തങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് എത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ന്യൂജൻസി പിള്ളേരെ സംബന്ധിച്ചിട്ട് എന്താണ്? നീ എന്താ ചെയ്യുന്നത്? ഞാൻ NEET JEE കോച്ചിങ് പഠിക്കുകയാണ്. നീ എന്താ ചെയ്യുന്നത്? ഞാൻ IAS പരിശീലനത്തിലാണ്. വേറെ ഞാൻ CA പഠിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരിൽ എത്ര പേര് പാസ്സായി ഇറങ്ങുന്നുണ്ട്? കേരളത്തിലെ പേരൻസ് മനസ്സിലാക്കേണ്ട ഇത്. അതല്ലാതെ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടുപോയി വെറുതെ ഡംപ് ചെയ്ത് എവിടെയെങ്കിലും ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇത്രയും 1,80,000 രൂപയൊക്കെ കൊടുത്ത് IAS പരിശീലനത്തിന് പോകുന്ന ആളുകൾ എത്ര വട്ടം ചിന്തിച്ചിട്ട് വേണം പോകാനായിട്ട്? അത് റിട്ടയർഡ് ആയിട്ടുള്ള മുൻ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പോസ്റ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ബിസിനസ്സായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. വലിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. നീറ്റ് JEE പരീക്ഷകൾ നടത്തുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ പോയത്, +2 കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നീറ്റ് JEE എക്സാമിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എത്ര ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്? എത്ര ആത്മഹത്യകൾ? നമ്മൾ ഒരു സ്ഥാപനത്തിനെയും പേരെടുത്ത് പറയുന്നില്ല. എത്ര ആത്മഹത്യകൾ കേരളത്തിൽ നടന്നിരിക്കുന്നു? അവരുടെ വിജയശതമാനം കൂട്ടാൻ അത്രയും പ്രഷറാണ് ഈ സ്ഥാപനങ്ങൾ ശരിക്കും വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും ഓവറായിട്ടുള്ള പ്രഷറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രഷർ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അത് താങ്ങാനാവാതെ,
കാരണം ഒരു ആപ്റ്റിറ്റ്യൂഡും ഇല്ലാത്ത കുട്ടികളായിരിക്കും വേണമെങ്കിൽ ഈ കോഴ്സിന് പോയി ചേരുന്നത്. മിക്കതും +2 അല്ലെങ്കിൽ 10 കഴിഞ്ഞ് പോകുന്നവരോ അവരുടെ ഒരു മാനസിക ബലം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡാണ് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ അഭിരുചി അറിയാതെ കാരണവന്മാർക്ക് തോന്നിയ രീതിയിൽ അവരെ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തർത്ഥമുള്ളത്? ട്രെൻഡിന് പിന്നാലെയുള്ള ഒരു ഓട്ടമാണ്. ഞാൻ പറയട്ടെ, ഇതിന് കേരളത്തിൽ നമുക്കറിയാവുന്ന പ്രശസ്തരായിട്ടുള്ള പല IAS ഓഫീസർമാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ IAS അക്കാദമി പോയി പഠിച്ചിട്ടാണോ മറ്റേ IAS നേടിയിട്ടുള്ളത്? പുസ്തകങ്ങൾ വായിച്ച് ജനറൽ നോളജ് കരസ്ഥമാക്കി ഭാഷകൾ പഠിച്ച് യാത്രകൾ നടത്തി ഒക്കെ ആർജിച്ച അറിവുകളിൽ നിന്നാണ് അവർ IAS നേടിയിട്ടുള്ളത്. പല കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പല വിജയിച്ചിട്ടുള്ള പല IAS ഉദ്യോഗസ്ഥന്മാരും പഠിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. പല IPS ഓഫീസർമാരും പഠിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലാണ്ട് ഈ IAS അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതല്ലെങ്കിൽ അവർ അതേ നിലവാരത്തിലുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും പരസ്യം കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയ ഹോർഡിങ്സ് ഒക്കെ. കാരണം പ്രധാനമായിട്ട് എന്താണ്, ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവും, പ്രധാനപ്പെട്ട ഒരു നടനുണ്ടാവും. ഇതെല്ലാ CA കോച്ചിങ് സെൻ്ററുകളുടെയും ഇതാണ്. പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട ഒരു ഫീസ് ഉണ്ട്. അതുകൂടാതെ മറ്റു പല ആളുകൾക്ക് പല കാര്യങ്ങളില്ലേ, ലാബ് ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി, സ്റ്റാഫിൻ്റെ സാലറി, പിന്നെ പരസ്യങ്ങൾ, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് ഇവിടെ? ഇത്ര വയസ്സിനുള്ള ജീവിതം സെറ്റ് എന്നൊക്കെയുള്ള ആ വാക്ക് കേട്ടാൽ തന്നെ അവിടെയാണ് പ്രശ്നം. അതാണ്, എത്ര പേരുടെ ജീവിതം സെറ്റായിട്ടുണ്ട്? കേരളത്തിൽ നിന്നും എത്ര CA-കാർ, എത്ര IAS-കാർ, എത്ര എൻജിനീയർമാർ അറിയേണ്ട കാര്യമല്ലേ? അതായത് കോച്ചിങ് സെൻ്ററുകൾ അടച്ചുപൂട്ടിക്കൊണ്ട്, കാരണം വലിയ കാഴ്ചപ്പാടുള്ളൊരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ. അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെയാണ് ഈ കോച്ചിങ് സെൻ്റർ നടത്തുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, അദ്ദേഹം കുറച്ചുകൂടി ഒരു പഠനം നടത്തേണ്ടതുണ്ട്. ഈ കുടുംബ ബഡ്ജറ്റ് താറുമാറാക്കുന്ന ഇതെല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? കാരണം കുടുംബത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന പണം എടുത്തിട്ടാണ് ഈ കോച്ചിങ് സെൻ്ററുകൾ കൊണ്ട് കൊടുക്കുന്നതാണോ? ലോൺ എടുത്തിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. അതായത് വീടിൻ്റെ ആധാരം കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ ഫീസ് കൊണ്ട് അടയ്ക്കുന്നത്. അത് ആദ്യം ഇതിന് പാസ്സായില്ലെങ്കിൽ പിന്നെ വീണ്ടും പറഞ്ഞു വിടും, വീണ്ടും റിപ്പീറ്റേഴ്സ് ബാച്ച്, അതിന് പൈസ അടയ്ക്കുന്നു. കോടികളാണ് ഈ കോച്ചിങ് മാഫിയ കേരളത്തിൽ നിന്നും വാരിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ടും കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് കോച്ചിങ് സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ ഈ CA പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതോടൊപ്പം തന്നെ ഈ NEET പരീക്ഷകൾ പരിശീലനം കൊടുക്കുന്ന സെൻ്ററുകൾ, ഇവരുടെ ക്വാളിറ്റി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവരെന്താണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റുമല്ലോ. ടീച്ചർമാർക്ക് ഇപ്പോൾ എത്ര സാലറി? നിസ്സാര സാലറിയാണോ ടീച്ചർമാർക്ക്, ഗവൺമെൻറ് ടീച്ചേഴ്സിനുള്ളത്? അപ്പോൾ സ്കൂളുകളിൽ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഈ എക്സാമുകളെക്കുറിച്ചുള്ള പരിശീലനവും ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ നല്ല IAS ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മുടെ സിവിൽ സർവീസിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ ലോകമറിഞ്ഞവരായിരിക്കണം. മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം. ഡയലോഗ് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ഒപ്പം പറയുന്നൊരു കാര്യമുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് നല്ല ഭരണാധികാരിയാവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതല്ലാണ്ട് മറിച്ച് ഈ മുട്ടയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന IAS സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ദോഷമായിരിക്കും. ആക്ച്വലി വിരിയുന്നില്ല, മലയാളികളില്ല ഇപ്പോൾ. സത്യമല്ലേ, അത് ഉള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ കോച്ചിങ് സെൻ്ററുകളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റോജി എം ജോൺ നല്ലൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ, അദ്ദേഹത്തിന് ആദ്യം ഒരു PMCയിൽ ചുവട് പിഴച്ചുവെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ നിങ്ങളെ ഈ സംസ്ഥാനത്ത് ബഹുമാനിക്കുന്നവരാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സൈഡിൽ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് കോടികളാണ് ഈ കോച്ചിങ് സെൻ്ററിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഈ അടിച്ചു മാറ്റുന്ന കള്ളന്മാരുടെ പണം ഉപയോഗിച്ചിട്ടാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന മറ്റൊരു വസ്തുത കൂടി ഇതിനകത്തുണ്ട്. ഏതായാലും ഗവൺമെൻറ് അടിയന്തരമായിട്ട് തന്നെ ഇടപെടേണ്ട ഒരു വിഷയമാണ് ഈ കോച്ചിങ് സെൻ്ററുകൾ, അല്ലെങ്കിൽ അവയുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ കൃത്യമായൊരു പഠനം നടത്തി ഈ ഒരു ഫീസ് കൊള്ള
അവസാനിപ്പിക്കേണ്ടതുണ്ട്. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയും എന്ന് കരുതുന്നു.